പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ മകനോട് പറയുന്നുണ്ട്, എടാ നീ സാമിയായിട്ടിരിക്കുമ്പോൾ അവളെ സാമിയായിട്ടിരിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ നീ പോയി കഴിഞ്ഞിട്ട് അവളെ സ്നേഹിക്കടാ. അവളെ എങ്ങനെയെങ്കിലും നിൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവരെന്തായാലും ഇന്നത്തോടെ തന്നെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ അവർ ഒപ്പിച്ചിട്ടുണ്ടാവും. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ വിചാരിച്ച പോലത്തെ പെണ്ണൊന്നല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും ഞാൻ അവരെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരുന്നോണ്ടെന്ന് പറഞ്ഞു. അതേ അമ്മ, മാലിട്ട സമയത്തും ഇവളെ എൻ്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ളൊരു ചിന്ത മാത്രമായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനും തയ്യാറാണ്. ഇപ്പോൾ തന്നെ ദേ അവളുടെ വീട്ടിലേക്ക് പോകാൻ പോകണ്. അതെ, ആ നശിച്ച ദാരിദ്ര്യം പിടിച്ച അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോടാ. പോയി കഴിഞ്ഞിട്ട് അവരെ നീ നല്ലോണം സ്നേഹിക്കുക. അപ്പോൾ പിന്നെ നമ്മളെ സംശയം തോന്നില്ല. അല്ലമ്മ, ഇന്നിങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവളെ കുഞ്ഞില്ലാണ്ടായാൽ നമ്മളെ സംശയിക്കുമോ? നമ്മളെയൊന്നും സംശയിക്കൊന്നുമില്ല. നമ്മളെ സംശയിച്ചാൽ തന്നെ അത് മറ്റുള്ളവർ അവരുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നീ അതേക്കുറിച്ചൊന്നും പേടിക്കണ്ട. അതെ, എങ്ങനെയെങ്കിലും അവളെ തലയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേണം എനിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ. എന്തായാലും ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, നീ അങ്ങനെ ഇനി കണ്ടു വെക്കണ്ട. നീ കണ്ടു വെച്ചാൽ ഇതേപോലത്തെ വൃത്തിയാവും. നീ ഒരൊറ്റ ആൾ കാരണമാണ് അവളും അവളെ അനിയത്തിയും ഈ വീട്ടിലേക്ക് കയറി വന്നത്. അല്ലെങ്കിൽ മണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ, നമ്മ എന്തിനാ എന്നെ എപ്പോഴും മണ്ടൻ എന്ന് വിളിക്കുന്നത്? അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയും. ഇനി ഞാൻ കണ്ടുപിടിക്കുന്ന പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ മതി. നല്ലൊരു പെൺകുട്ടീനെ നീ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പനന്തപുരി തറവാട് ഇപ്പോഴൊന്നും ഭാഗം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ പെണ്ണിൻ്റെ സ്വത്തുകൊണ്ട് നമ്മൾക്ക് ജീവിക്കായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ ഭാര്യനെ പോയി സ്നേഹിക്ക് എന്നും പറഞ്ഞ് ജലജ മകനെ പറഞ്ഞയക്കും. പിന്നീട് നവ്യ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നു. നീ റെഡി ആയില്ലെന്ന് വെച്ചപ്പോൾ, ഞാൻ റെഡിയായി. നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോ നമ്മൾ വരുന്നത്? പറഞ്ഞിട്ടില്ല. എന്താ പറയണോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, അവർ ഞെട്ടട്ടെ, നല്ലൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ ആദ്യമായിട്ട് പോകണതല്ലേ വീട്ടിലേക്ക്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരുക്കാനുണ്ടെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ, ഒന്നും വേണ്ട, നമുക്ക് അവിടെ ഉള്ളത് മാത്രം വെച്ച് കഴിച്ചാൽ മതി. അതല്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അബി. നീ നീ ഇങ്ങനെ മാറുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ഞാൻ അമ്മനോടും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മാറിയിട്ടതിന് ശേഷം ഞാൻ ആകെ മാറി. ഞാൻ എൻ്റെ ഭാര്യേനെ സ്നേഹിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് അതത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അമ്മയുടെ വാക്ക് ഞാൻ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, അമ്മയുടെ വാക്ക് നീ കേട്ടോ, കേൾക്കാണ്ട് വേണ്ട, പക്ഷെ എനിക്ക് തരാനുള്ള സ്നേഹം കുറയ്ക്കരുതെന്നൊക്കെ പറയും. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. അതെങ്ങനെയെങ്കിലും അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ എന്തായാലും ഈ വീട്ടിലെ കൊച്ചുമോനല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പരിഗണന നമ്മുടെ കുഞ്ഞിനും കിട്ടും. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും നീ വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നവ്യനെയും കൊണ്ട് പോകും. ആ സമയത്ത് അനാമികയും അമ്മയും ഹാളിലിരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അമ്മയ്ക്കറിയാലോ, സ്കൂളിൽ പഠിക്കുന്ന കാലം തുടങ്ങി എനിക്ക് പെൺകുട്ടികൾ, വലിയ ഗമ കാണിക്കുന്ന പെൺകുട്ടികളൊന്നും എനിക്കില്ല, ശത്രുക്കളാണ് എൻ്റെ. എന്നിട്ടല്ലേ പിന്നെ ഇവളുമാർ എന്നെ അടിച്ചൊതുക്കാൻ നോക്കണ്. അവരുടെ മുന്നിൽ ഞാൻ താന്നിട്ടില്ല. ഇപ്പം നല്ല അന്തസ്സോടു കൂടി ഞാൻ കയറി വന്നത് കൊണ്ട് എന്നെ ഇനി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവളമാരുടെ മുന്നിലൊന്നും ഞാൻ തല കുമ്പിടില്ല എന്നൊക്കെ പറയും. ഇതേ വരുന്നുണ്ടെന്ന് പറയും അഭിനയും നവ്യനെയും കണ്ടിട്ട്. ഇപ്പോഴത്തെ പെട്ടെന്നൊരു സ്നേഹം. എവിടേക്കാണ് പോകണേ മാലയിട്ടിട്ട് രണ്ടുപേരും എന്നൊക്കെ ചോദിക്കും. ഞങ്ങളൊന്ന് കറങ്ങാൻ പോകണു. ഇപ്പം അങ്ങനെയൊക്കെ ആയോ എന്ന് ഭാര്യ ചോദിക്കും. ഞങ്ങൾ എവിടെ പോയി, ഇത്ര പെട്ടെന്ന് നിങ്ങൾ സ്നേഹത്തിലായോ എന്ന് നമ്മുടെ രേവതി ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ? നിങ്ങൾ നിങ്ങളുടെ മോളുടെയും മരുമോൻ്റെയും കാര്യം അന്വേഷിച്ച് ഇവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾ പോവുകയോ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറുകയോ മാറാതിരിക്കും, നിങ്ങൾ അത് അന്വേഷിക്കേണ്ടെന്ന് പറയും. നീ വല്ലാണ്ട് വേഷം കെട്ടെടുക്കരുതെന്ന് അനാമിക പറയുമ്പോൾ, നീ ആദ്യം നിൻ്റെ ഭർത്താവിനെ പോയി ശരിയാക്കടി, ആദ്യം അനിയനെ സ്നേഹിക്കടി, എന്നിട്ട് നീ വർത്താനം പറയാൻ വായോ എന്നൊക്കെ പറയും. അങ്ങനെ ചേട്ടത്തി അനിയത്തിയും കൂടെ അവിടെ നിന്ന് നല്ല വഴക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ, ഞാൻ എൻ്റെ ഭാര്യനെയും കൊണ്ട് പല സ്ഥലത്ത് പോകും, ഞങ്ങൾ ചിലപ്പോൾ വഴക്കൂടും, സ്നേഹിക്കും, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അബിയും വലിയ കാര്യമായിട്ട് പറയും. അങ്ങനെ വീണ്ടും അനാമിക നവ്യരെ കരണത്തടിക്കാൻ പോകുമ്പോൾ നവ്യ പിടിക്കുന്നുണ്ട്. നിൻ്റെ കയ്യെങ്ങാനും എൻ്റെ കരണത്ത് വീണാൽ നിൻ്റെ രണ്ട് കരണവും ഞാൻ അടിച്ച് പൊട്ടിക്കും. നീ വല്യമ്മായിരെ പുന്നാര മരുമോളും അമ്മായിരെ മരുമോളൊന്നും ഞാൻ നോക്കൂല എന്നൊക്കെ പറഞ്ഞ്, ഞാൻ നയനല്ലാന്ന് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനാമികരെ അഹങ്കാരം അടിച്ചൊതുക്കി, ഇവരോടൊക്കെ എന്തിനു വർത്താനം പറയാൻ നിൽക്കണം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അബി നവ്യരെ കൈയും പിടിച്ച് പോകും. പോട്ടെ മോളെ, ഇന്ന് രാത്രിയോടുകൂടി, അല്ലെങ്കിൽ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ രാത്രിയോടുകൂടി ഇത് അവസാനിക്കും. എന്തായാലും 15 മിനിറ്റിനുള്ളിൽ ഉള്ളിൽ ചെല്ലും. പിന്നീട് പരാക്രമം മാത്രമായിരിക്കും, അസ്ഥികൾ നുറുങ്ങുന്ന വേദനയും, മരിക്കൂല. എന്തായാലും ചേച്ചി പോയി കിടക്കുമ്പോൾ അനിയത്തിയായിരിക്കും കൂട്ട്. പിന്നെ നിനക്ക് ഇവിടെ രാജാവായി വാഴാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അനിയത്തിനെ പമ്പ കടത്തുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ പറയും. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കും ചായയൊക്കെ കൊടുത്തിരിക്കുകയായിരിക്കും. നമ്മുടെ നയന ആ സമയത്തായിരിക്കും ഇവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാൻ വരും. നിങ്ങൾ എവിടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഇവളെ വീട്ടിലൊന്ന് പോകണം, ഒരുപാട് നാളായിട്ടുള്ള ഇവളുടെ ആഗ്രഹമാണ്, ഇപ്പോൾ എന്തായാലും സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ,
അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതെന്ന് നമ്മുടെ നയന പറയുമ്പോൾ ഞാനും അതങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷേ പക്ഷേ എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു മുത്തശ്ശിന്ന് പറഞ്ഞപ്പോൾ. നല്ല കാര്യമാണ് മോനെ. നയന മോൾക്ക് അങ്ങനെ പുറത്തൊന്നും കറങ്ങാൻ ആഗ്രഹമില്ല. പക്ഷേ നവ്യ മോൾക്ക് അങ്ങനെയല്ല, എല്ലായിടത്തും കറങ്ങാനൊക്കെ ആഗ്രഹമുള്ളൊരു കൂട്ടത്തിലാണ്. അങ്ങനത്തെ ആളെ മുറിയിൽ തളച്ചിടുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് നീ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മാലിട്ട സമയത്ത് നിൻ്റെ ബുദ്ധി മാറിയെന്നാണോ നീ പറയുന്നത്? കുറുക്കൻ പെട്ടെന്ന് നന്നാവുമ്പോൾ, കൗശലക്കാരനായ കുറുക്കൻ നന്നാവുമ്പോൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ വിശ്വസിച്ചു മുത്തശ്ശ ആദ്യം. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അബി ആത്മാർത്ഥമായിട്ടാണ് ഇപ്പം എന്നെ സ്നേഹിക്കണേന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നല്ല നല്ല കാര്യമാണ്, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ പോകും. അവർ പോകുന്നത് കണ്ടപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരിക്കലെങ്കിലും അബി അങ്ങോട്ട് ചെല്ലണമെന്ന്. പ്രത്യേകിച്ച് നയനയുടെ കൈയും പിടിച്ച്, നവ്യയുടെ കൈയും പിടിച്ച്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് അവർക്ക് ഭയങ്കര സർപ്രൈസ് ആവും എന്നൊക്കെ നയന ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ചേച്ചിയും അബിയും കൂടെ പോണ കണ്ടിട്ട് നയന മോളുടെ മുഖത്താണല്ലോ ഒരുപാട് സന്തോഷം, അത് പിന്നെ അങ്ങനെയല്ലേ, അങ്ങനെ ഇല്ലാണ്ടിരിക്കുമോ എന്നൊക്കെ മുത്തശ്ശനും പറയും. ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ മോളും ഇതേപോലെ ആഗ്രഹിച്ചതൊക്കെ അല്ലേ പുറത്തൊക്കെ പോകാൻ. അപ്പോഴല്ലേ ദേവയാനി 41 ദിവസത്തെ വ്രതവുമായി വന്നത്. അത് പോട്ടെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സാരില്ല. എന്തായാലും 41 ദിവസം മോള് നല്ലോണം പ്രാർത്ഥിച്ച് തള്ളി നീക്കണം. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണം. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടാവുമെന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. നിങ്ങളുടെ മക്കളും നിങ്ങൾ 2 പേരുമായിരിക്കും ഈ അനന്തപുരി തറവാട് നല്ലോണം നോക്കി നടത്താനും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെയാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ ആഗ്രഹം സാധിച്ചു തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും നയന നല്ല സന്തോഷത്തോടെ മുത്തശ്ശനും മുത്തശ്ശിയോടും ചിരിച്ചിങ്ങനെ ശരിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് പൂജാമുറിയിൽ കയറി ഇങ്ങനെ മണിയടിക്കാനും പ്രാർത്ഥിക്കുകയൊക്കെ ഇരുന്ന് നമ്മുടെ നയന. ആ സമയത്ത് ദേവയാനി വന്ന് പുച്ഛത്തോടെ അവിടെ നോക്കിക്കും. അനാമികയുടെ അമ്മയും വരും. പിന്നീട് മണിയടിയൊക്കെ കേട്ടിട്ട് ഹാളിലുള്ള എല്ലാവരും വരുന്നുണ്ട്. ആണുങ്ങളെല്ലാവരും വന്നപ്പോൾ ജയം പറയുന്നുണ്ട്, നയനമോള് പൂജാമുറിയിൽ പൂജ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ മാറി നിൽക്കണേ എന്ന് ചോദിച്ചപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ പൂജ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കണേന്നൊക്കെ പറയും. അങ്ങനെ ആദർശ് ഇങ്ങനെ വിഷമത്തോടെ അയ്യപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അയ്യപ്പ ഞാൻ 41 ദിവസം വ്രതം എടുത്ത് ആ മല ചവിട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴെങ്കിലും എൻ്റെ അമ്മമാരെയും നയനേനെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറണേ, അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കണേ, ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം എല്ലാവരും ചന്ദനമൊക്കെ തൊട്ട് അത് കഴിഞ്ഞ് പോകും. പിന്നീട് രേവതി പറയുന്നുണ്ട്, പൂജ ചെയ്ത് മണിയടിച്ചു ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ വരുതിയിലാക്കി എന്ന് രേവതി നയനനെ പറയുമ്പോൾ നയനൊന്നും മിണ്ടില്ല. ആ സമയത്ത് ദേവയാനി പറയും, അതെ, ആണുങ്ങളെ മാത്രമല്ല ദൈവങ്ങളെ അനന്തപുരി തറവാട്ടിലെ ആണുങ്ങളെയും കൂടി വശത്താക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നയന ഇങ്ങനെ വിഷമത്തോടെ ദേവയാനിയെ നോക്കി നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.